ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ സ്കൂൾ തുറക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് അമ്മയാണെങ്കിൽ ഒരു 2-3 റൗണ്ട് ബ്രൗൺ പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരും. എന്നിട്ട് നമ്മുടെ പുതിയ പുസ്തകങ്ങളും ബുക്കും ഒക്കെ ആ ബ്രൗൺ പേപ്പർ വെച്ച് നല്ല വൃത്തിയായിട്ട് പൊതിയും. അങ്ങനെ പൊതിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കും. നെയിം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ജൂൺ തുറക്കുന്ന സമയത്ത് ബാലരമയിൽ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു 4 നെയിം സ്ലിപ്പൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഇത് ഞാനടുത്ത് സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോ ഒക്കെ ഇത് ഒട്ടിക്കും. എന്നിട്ട് എന്താ പറയുക, അതിനകത്ത് നല്ല വൃത്തിയായിട്ട് നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട്, അപ്പോൾ എനിക്കാണെങ്കിൽ അമ്മ തന്നെ ചെയ്തു തരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹവും ഒരു നിർബന്ധമൊക്കെയാണ്. എന്തോ ഒരു പെർഫെക്ഷൻ കൊണ്ടാണ് അങ്ങനെ ചെയ്ത് ഇതെല്ലാം റെഡിയാക്കി സ്കൂളിൽ പോകും. അപ്പോൾ സ്കൂളിൽ പോകുമ്പം എൻ്റെ വിചാരം എന്താ, ഞാനാണ് ഏറ്റവും അടിപൊളിയായിട്ട് വരുന്നതാണ്. ഒരു പക്ഷേ എല്ലാ പിള്ളേരുടെ വിചാരം അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ പിള്ളേർക്ക് ഇങ്ങനെ ഇതുപോലെ ബ്രൗൺ പേപ്പറൊക്കെ വെച്ച്, ബ്രൗൺ തന്നെ 2 കളറുണ്ട് കേട്ടോ. ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു ചെങ്കലിൻ്റെ ബ്രൗണും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ഡ്രൈ ആയിട്ടുള്ള അങ്ങനത്തെ ബ്രൗണും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ കുറേ പിള്ളേർ ഇതുപോലെ തന്നെ ബ്രൗൺ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് വരും. വേറെ ചില പിള്ളേരുണ്ട് നല്ല കലണ്ടറിൻ്റെ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ വൈറ്റ് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവരും. ഇനി ഇതൊന്നും പറ്റാത്തവരെന്ന് പറഞ്ഞാൽ, പണ്ട് ഈ റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ റബ്ബറിന് പാവാടി ഇടുന്ന ചില പ്ലാസ്റ്റിക് ഉണ്ട്, ഒരു നീല, പച്ച, ഒരു പിങ്ക്, ഇതൊക്കെ ഇട്ടിച്ച് നല്ല വൃത്തിയായിട്ട് അവർ പുസ്തകമൊക്കെ പൊതിഞ്ഞ് സ്റ്റേപ്പിളൊക്കെ ചെയ്ത് നല്ല പക്ക നീറ്റായിട്ടോ അവർക്ക് കാണണം, അങ്ങനെ കൊണ്ടുവരും. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, അന്ന് ഈ SBTയുടെയും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെയും ഒക്കെ നല്ല ഭംഗിയുള്ള സീനറിയൊക്കെ വരുന്ന ചില കലണ്ടറുണ്ട്. അതങ്ങനെ തൊടുമ്പോൾ നല്ല മിനുസൊക്കെയുള്ള ചില പേപ്പേഴ്സാണ്. അത് വെച്ച് പൊതിഞ്ഞിട്ട് നല്ല വൈറ്റ് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഇട്ട് പൊതിയുന്നതായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ എന്തോ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പൊതിഞ്ഞിട്ടേ ഇല്ല. ഞാനെപ്പോഴും ഈ ഒരു ബ്രൗൺ വെച്ച് തന്നെയായിരുന്നു പൊതിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലമൊക്കെ മാറി, എന്താ പറയുക, പൊതിയുന്ന പേപ്പർ വരെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. സ്കൂളിൻ്റെ തന്നെ പ്രിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എല്ലാം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. ഒരു കണക്കിന് ഇതിന് നല്ലതുമാണ്. പിന്നെ വേറൊരു തരത്തിൽ നമ്മൾ നമ്മുടേതായ ഒരു നൊസ്റ്റാൾജിയൊക്കെ വെച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും, ഇവർക്ക് ഇതിലേ ഉള്ളൂ, ഓപ്ഷൻ ഉള്ളൂ, വേറെ ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. നമുക്ക് നമ്മുടെ കാലം വലുത്, ഇവർക്ക് ഇവരുടെ കാലം വലുത്, എല്ലാവർക്കും അവരവരുടെ കാലം വലുത്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ ജൂൺ 1 അല്ലെങ്കിൽ ജൂൺ സമയം, സ്കൂൾ തുറക്കുന്ന സമയം എന്നൊക്കെ പറയുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് സാധാരണ പറഞ്ഞാൽ നമ്മൾ പുതിയ ബാഗ്, പുതിയ കുട, പുതിയ ചെരുപ്പ്, നമുക്ക് ഈ ഷൂസ് സോക്സും ഒന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഈ മഴയത്ത് ഷൂവിൻ്റെ സോക്സിൻ്റെ ആവശ്യമുണ്ട്, അതൊക്കെ വാങ്ങിച്ച്, അതുപോലെ പുതിയ വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് ഒന്നും അങ്ങനെ വാങ്ങിക്കത്തില്ലായിരുന്നു. ചോറ്റുപാത്രമൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ അല്ലേ, അങ്ങനെയൊന്നും പൊട്ടത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അത് തന്നെ കൊണ്ടു നടക്കും. പിന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആൻറ്റിമാരോ ഒക്കെ കനിഞ്ഞ് അനുഗ്രഹിക്കുവാണെങ്കിൽ പുതിയൊക്കെ വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിൽ കാര്യമൊന്നുമില്ലോ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടണ്ടേ, നല്ല കാര്യമുള്ളൂ ഈ ടിഫിൻ ബോക്സ് കൊണ്ട്. എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ 2-3 കളർഫുള്ളായ ടിഫിൻ ബോക്സ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ പിള്ളേരുടെ ബുക്കൊക്കെ പൊതിയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്, ഒരു നൊസ്റ്റാൾജിയ അല്ലേ. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ജനറേഷൻകാരെന്ന് പറഞ്ഞാൽ എന്തിനേയും ആസ്വദിച്ചിട്ടുള്ളവരാണ് അല്ലേ. ഏതൊരു കാര്യവും നമ്മുടെ നടുപ്പും എടുപ്പും സ്കൂളിപ്പൂക്കും ഭക്ഷണവും നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കിയതും ഒക്കെ നമ്മൾ ആസ്വദിക്കുകയും, അതൊക്കെ ഇന്ന് സത്യം പറഞ്ഞാൽ ആലോചിച്ച് ആ നഷ്ടപ്പെട്ട നല്ല സമയങ്ങളെ ഓർത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ അയവിറക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു പുതിയ സ്കൂൾ തുറക്കൽ കാലം കൂടി, അതായത് ഒരു ജൂണെന്ന് സാധാരണയൊക്കെ മഴ ഇങ്ങനെ തോരാതെ പെയ്യുമ്പോൾ കുടയൊക്കെ ചൂടി നനഞ്ഞ് കുളിച്ചാണ് സ്കൂളിലോട്ട് ചെല്ലുന്നത്. ഇപ്പം അതൊക്കെ മാറിയില്ലേ, സ്കൂൾ ബുക്ക് ആയില്ലേ. നന്നാവട്ടെ, എല്ലാം നന്നാവട്ടെ. എന്നും ഒരേപോലെ ഇരുന്നാൽ പോരല്ലോ, എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, നല്ല കാര്യമുള്ളൂ. നമ്മളോർക്കും, നമ്മളൊക്കെ നടന്നല്ലേ പഠിച്ചത്, അല്ലെ നമുക്കൊന്നും ബസ്സില്ലായിരുന്നല്ലോ, നമുക്ക് ഷൂസും ടൈയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കും. അപ്പോൾ ഇവർ നോക്കുമ്പം ഇതൊക്കെ ഇവർക്ക് നോർമലാണ്. അപ്പോൾ ഓരോ കാലത്തും അതിൻ്റെതായ ഒരു നോർമലൈസേഷൻ, എല്ലാം നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇത് ഇന്ന് നോർമലാണ്, ഇതൊക്കെ ഇന്നൊരു മിനിമം സ്റ്റാൻഡേർഡ് ആയിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലുള്ള എല്ലാവരും തന്നെ പുസ്തകമൊക്കെ പൊതിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനെന്താ നല്ല വൃത്തിയായിട്ട് പിള്ളേരുടെ ബുക്കെല്ലാം പൊതിഞ്ഞ്, ഇതിപ്പോൾ അവസാനത്തെ ബുക്ക് കേട്ടോ, ഒരു സമാധാനം, ഇതെല്ലാം അങ്ങ് പൊതിഞ്ഞ് റെഡിയാക്കി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഇവരെല്ലാം പറഞ്ഞ് ഇനി സ്കൂളിൽ വിടണം. അതാണ് ഇനി അടുത്ത ടാർഗറ്റ്.